ഹലോ, വെൽക്കം ടു ദ ചാനൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 8ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സ്റ്റഡീസിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിരുന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് അതിനകത്തെ INC രൂപീകരണം വരെയായിരുന്നു പറഞ്ഞിരുന്നത്. ഇനി അടുത്തത് ബംഗാൾ വിഭജനമാണ്. നോക്കാം. വിഭജനവും ഭിന്നിപ്പിക്കലും. ഐക്യ ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാൾ വിഭജിക്കപ്പെട്ടാൽ ശക്തിക്ഷയം ഉണ്ടാകും. കോൺഗ്രസ് നേതാക്കന്മാരുടെ തോന്നൽ ഇതാണ്. അവരുടെ ആശങ്കകൾ പൂർണ്ണമായും ശരിയാണ്. ബംഗാൾ വിഭജിക്കാനുള്ള പദ്ധതികളുടെ മേന്മകളിലൊന്ന് ഇതുതന്നെയാണ്. നമ്മുടെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്ന് നമ്മുടെ ഭരണത്തിന്റെ എതിരാളികളെ ഭിന്നിപ്പിക്കുകയും അതുവഴി എതിർക്കുന്ന സംഘടനയെ ദുർബലമാക്കുകയുമാണ്. ഇതാരാണ് പറഞ്ഞത്? H. റിസ്ലെ. ബംഗാൾ വിഭജനത്തിന്റെ ലക്ഷ്യം വിശദീകരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ എഴുതിയ ഒരു ഔദ്യോഗിക കുറിപ്പാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിനകത്ത് ആ കോഡ്സിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ ബംഗാൾ വിഭജിച്ചത്, അതിന്റെ ലക്ഷ്യമാണ് ആ പുള്ളി പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളെ ദുർബലപ്പെടുത്താൻ ബ്രിട്ടീഷ് അധികാരികൾ പലതരം തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അവയിൽ പ്രധാനമായിരുന്നു ബംഗാൾ വിഭജനം. ദേശീയ പ്രസ്ഥാനത്തിന്റെ ശക്തി കേന്ദ്രമായ ബംഗാൾ പ്രവിശ്യയെ രണ്ടായി വിഭജിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അപ്പം ബംഗാൾ വിഭജനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ബംഗാൾ എന്താണ്? ദേശീയ പ്രസ്ഥാനത്തിന്റെ ശക്തി കേന്ദ്രമായിരുന്നു ബംഗാൾ. ആ ബംഗാളിനെ തന്നെ വിഭജിക്കാനാണ് ബ്രിട്ടീഷുകാർ തീരുമാനിച്ചത്. നിലവിലുള്ള ബംഗാൾ പ്രവിശ്യ വിസ്തൃതമാണെന്നും കാര്യക്ഷമമായ ഭരണനിർവഹണത്തിന് വിഭജനം അനിവാര്യമാണെന്നുമാണ് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു വാദിച്ചത്. പക്ഷേ ബ്രിട്ടീഷുകാർ എന്താണ് അതിനൊരു റീസൺ ആയിട്ട് പറഞ്ഞത്? നിലവിലുള്ള ബംഗാൾ എന്ന് പറഞ്ഞാൽ വളരെ വിസ്തൃതമാണ്, അതുകൊണ്ട് കാര്യക്ഷമമായ ഭരണനിർവഹണത്തിന് വേണ്ടിയിട്ടാണ് ബംഗാൾ വിഭജിച്ചതെന്നാണ് ആര് പറഞ്ഞത്? അപ്പോഴത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു വാദിച്ചത്. അപ്പോൾ ബംഗാൾ വിഭജനം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? കഴ്സൺ പ്രഭു ആയിരുന്നു. ബംഗാളിനെ കിഴക്കൻ ബംഗാൾ, പടിഞ്ഞാറൻ ബംഗാൾ എന്നിങ്ങനെ രണ്ടായി വിഭജിച്ചു. കിഴക്കൻ ബംഗാൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും പടിഞ്ഞാറൻ ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവുമായിരുന്നു. ബംഗാളിനെ ഏതൊക്കെ രീതിയിലാണ് വിഭജിച്ചത്? കിഴക്കൻ ബംഗാളെന്നും പടിഞ്ഞാറൻ ബംഗാളെന്നും. കിഴക്കൻ ബംഗാളിലെ ഭൂരിപക്ഷം ആർക്കാണ്? മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. പടിഞ്ഞാറൻ ബംഗാൾ ആണെങ്കിലോ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമാണ്. വിഭജനം നിലവിൽ വന്ന 1905 ഒക്ടോബർ 16 ബംഗാളിലുടനീളം ദുഃഖാചരണം നടന്നു. അപ്പം എന്നാണ് ബംഗാൾ വിഭജനം നിലവിൽ വന്നത്? 1905 ഒക്ടോബർ 16. വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു. കൽക്കത്തയിൽ ഹർത്താൽ ആചരിച്ചു. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച അമർ സോണാർ ബംഗ്ല എന്ന ദേശഭക്തി ഗാനവും ആലപിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവുകളിൽ സംഘടിച്ചു. അമർ സോന ബംഗ്ല എന്ന ദേശഭക്തി ഗാനം ആരുടേതാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഡേറ്റും ഓർത്തു വയ്ക്കുക. 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം. രവീന്ദ്രനാഥ ടാഗോറിന്റെ കൃതിയാണ് ഏതെന്ന് പറയുന്നത്? ദേശഭക്തി ഗാനമാണ് അമർ സോണാർ ബംഗ്ല എന്ന കൃതി. ഈ പ്രതിഷേധങ്ങൾ ഒരു വലിയ സമരമായിട്ട് മാറി. ഇത് സ്വദേശി പ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തമായ ഒരു കുതിച്ചാട്ടം ഉണ്ടായത് സ്വദേശി പ്രസ്ഥാനത്തോടു കൂടിയാണ്. അപ്പം ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് എന്തായിട്ട് മാറിയത്? സ്വദേശി പ്രസ്ഥാനം എന്ന് അറിയപ്പെട്ടത്. ദേശീയ പ്രസ്ഥാനത്തിന് ശക്തമായ ഒരു കുതിച്ചാട്ടം ഉണ്ടായത് സ്വദേശി പ്രസ്ഥാനത്തോടു കൂടിയാണ്. ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവുമായിരുന്നു ഈ പ്രസ്ഥാനത്തിന് പ്രധാന സമരരീതി. എന്താണ് സ്വദേശി പ്രസ്ഥാനം? ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗം, അതുപോലെ തന്നെ ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണം. സ്വാശ്രയം എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാന ആശയം. എന്തായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയം? സ്വാശ്രയം. സ്വദേശി വ്യവസായങ്ങളും മറ്റ് സംരംഭങ്ങളും വിജയിപ്പിക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം. എന്താണ് സ്വാശ്രയം എന്നതിന്റെ അർത്ഥം? സ്വദേശിയായിട്ടുള്ള വ്യവസായങ്ങളും മറ്റ് സംരംഭങ്ങളും വിജയിപ്പിക്കുക, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും അങ്ങനെ സർക്കാരിന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഇല്ലാതാക്കുകയുമായിരുന്നു സ്വദേശി സമരത്തിന്റെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായിട്ട് നിരവധി തുണിമില്ലുകൾ, സോപ്പ് നിർമ്മാണശാലകൾ, തീപ്പെട്ടി ഫാക്ടറികൾ, കൈത്തറി സ്ഥാപനങ്ങൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ ആരംഭിച്ചു. ആചാര്യ PC റോയ് ആരംഭിച്ച ബംഗാൾ കെമിക്കൽ സ്റ്റോർ, രവീന്ദ്രനാഥർ തുടക്കമിട്ട സ്വദേശി സ്റ്റോർ, V. ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി, ജംഷഡ്ജി ടാറ്റ സ്ഥാപിച്ച സ്റ്റീൽ ഫാക്ടറി എന്നിവയും സ്വദേശി സമരത്തിന്റെ ഭാഗമായിട്ട് രൂപം കൊണ്ടവയാണ്. അപ്പോൾ സ്വദേശി സമരത്തിന്റെ ഭാഗമായിട്ട് രൂപം കൊണ്ടവയാണ് ബംഗാൾ കെമിക്കൽ സ്റ്റോർ. ബംഗാൾ കെമിക്കൽ സ്റ്റോർ ആരുടേതാണ്? PC റോയുടെയാണ് ബംഗാൾ കെമിക്കൽ സ്റ്റോർ. ബംഗാൾ കെമിക്കൽ സ്റ്റോർ PC റോയുടേതും. രവീന്ദ്രനാഥ ടാഗോറിൻ്റെയാണ് സ്വദേശി സ്റ്റോർ. സ്വദേശി സ്റ്റോർ ആരുടേതാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഇനി സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി അതാരുടേതാണ്? V. ചിദംബരം പിള്ളയുടെയാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി. ഇതൊക്കെ PYQs ആണ്. അതുപോലെ ടാറ്റ സ്റ്റീൽ ഫാക്ടറി ആരുടേതാണ്? സ്റ്റീൽ ഫാക്ടറി ആരുടേതായിരുന്നു? ജംഷഡ്ജി ടാറ്റയുടെയാണ് സ്റ്റീൽ ഫാക്ടറി. ഇതെല്ലാം സ്വദേശി സമരത്തിന്റെ ഭാഗമായിട്ട് രൂപം കൊണ്ടവയാണ്. ഇതൊക്കെയാണ് PC റോയുടെ ബംഗാൾ കെമിക്കൽ സ്റ്റോർ, ടാഗോറിന്റെ സ്വദേശി സ്റ്റോർ, പിന്നെ ചിദംബരം പിള്ളയുടെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി, ജംഷഡ്ജി ടാറ്റയുടെ സ്റ്റീൽ ഫാക്ടറി.
ഇനി സുരേന്ദ്രനാഥ് ബാനർജി സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ച് നൽകിയ വിവരണമാണ് ചുവടെ കൊടുക്കുന്നത്. കരുത്തിന്റെ നാളുകളിൽ സ്വദേശി പ്രസ്ഥാനം നമ്മുടെ സാമൂഹിക ഗാർഹിക ജീവിതത്തിന്റെ മുഴുവൻ പ്രതലത്തിനും നിറം ചാർത്തി. ഇന്ത്യയിൽ നിർമ്മിച്ചെടുക്കാവുന്നതുപോലെയുള്ള വിദേശ വസ്തുക്കൾ ഉൾപ്പെട്ട വിവാഹ സമ്മാനങ്ങൾ മടക്കി നൽകപ്പെട്ടു. ദേവന്മാർക്ക് നിവേദ്യമായി വസ്തുക്കൾ സമർപ്പിക്കപ്പെട്ട ചടങ്ങുകളിൽ കാർമ്മികത്വം വഹിക്കുവാൻ പുരോഹിതർ പലപ്പോഴും എതിർപ്പ് പ്രകടിപ്പിച്ചു. വിദേശ ഉപ്പോ പഞ്ചസാരയോ ഉപയോഗിച്ച് ആഘോഷവേളകളിൽ പങ്കെടുക്കാൻ അതിഥികൾ വിസമ്മതിച്ചു. ഈ വിവരണത്തിൽ നിന്ന് സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കണ്ടെത്താൻ കഴിയുന്ന വസ്തുതകൾ എന്താണ്? വിദേശ വസ്തുക്കൾ ഉൾപ്പെട്ട വിവാഹ സമ്മാനങ്ങൾ മടക്കി നൽകപ്പെട്ടു. അതുപോലെ തന്നെ ദേവന്മാർക്ക് നിവേദ്യമായിട്ട് വസ്തുക്കൾ സമർപ്പിക്കപ്പെടുന്ന ചടങ്ങുകളിൽ എന്താണ്? കാർമ്മികത്വം വഹിക്കാൻ പുരോഹിതന്മാർ എന്ത് ചെയ്തു? എതിർപ്പ് പ്രകടിപ്പിച്ചു. അതൊക്കെയാണ്. ഇനി ഇത്തരം പ്രചാരണ പരിപാടികൾ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളെക്കുറിച്ച് അവബോധം ഉണ്ടാക്കുകയും ഇന്ത്യൻ ജനതയിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. ഇന്ത്യയിലെ സാധാരണക്കാരും സ്ത്രീകളും വിദ്യാർത്ഥികളും ആദ്യമായിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പങ്കാളികളായി. ഈ പ്രസ്ഥാനത്തിന്റെ സ്വാധീനം സാംസ്കാരികം, വിദ്യാഭ്യാസം, സാമ്പത്തികം, രാഷ്ട്രീയം എന്നീ മേഖലകളിൽ അനുഭവപ്പെട്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കാനും സ്വദേശി എന്ന പുതിയ സമരമാർഗം സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന ചെയ്യാനും സ്വദേശി പ്രസ്ഥാനത്തിന് സാധിച്ചു. സ്വദേശി പ്രസ്ഥാനം ദേശീയ സമരത്തെ സാധാരണക്കാരിലേക്ക് എത്തിച്ചു. അപ്പൊ എന്താണ് പറഞ്ഞത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കാനും സ്വദേശി എന്ന പുതിയ സമരമാർഗം സ്വതന്ത്ര സമരത്തിന് സംഭാവന ചെയ്യാനും എന്തിനു കഴിഞ്ഞു? ഈ സ്വദേശി പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. സ്വദേശി പ്രസ്ഥാനം ദേശീയ സമരത്തെ സാധാരണക്കാരിലേക്കും എത്തിച്ചു. ഇനി അടുത്തതാണ് മിതവാദികളും തീവ്രവാദികളും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തന രീതികളെ സംബന്ധിച്ച് നേതാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിന്നിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് ആദ്യകാല നേതാക്കൾ തയ്യാറായിരുന്നില്ല. അവർ മിതവാദികൾ എന്നാണ് അറിയപ്പെട്ടത്. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് തയ്യാറാകാത്ത നേതാക്കളാണ് മിതവാദികൾ എന്നറിയപ്പെട്ടത്. ആരൊക്കെയാണ് അവർ? ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി എന്നിവരായിരുന്നു അവരിൽ പ്രധാനികൾ. സമാധാനപരവും രക്തരഹിതവുമായ സമരങ്ങളിലൂടെയും യോഗങ്ങൾ, പ്രസംഗങ്ങൾ, പ്രമേയങ്ങൾ എന്നിവയിലൂടെയും അവർ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. അപ്പം മിതവാദികൾ എങ്ങനെയാണ് അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്? യോഗങ്ങൾ, പ്രസംഗങ്ങൾ, പ്രമേയങ്ങൾ എന്നിവയിലൂടെയൊക്കെയാണ്. സമാധാനപരവും രക്തരഹിതവുമായ സമരങ്ങളിലൂടെയും ഒക്കെയായിരുന്നു അവരവരുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. ആരൊക്കെയാണ്? ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി. ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി എന്നിവരൊക്കെയായിരുന്നു മിതവാദികൾ. ഇനി അടുത്താണ് തീവ്രവാദികൾ. മിതവാദികളുടെ ആശയങ്ങളോടും പ്രവർത്തനങ്ങളോടും അതൃപ്തരായ മറ്റൊരു വിഭാഗം കോൺഗ്രസിൽ ശക്തരായി. അവർ തീവ്ര ദേശീയവാദികൾ എന്നറിയപ്പെട്ടു. ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാല ലജ്പത് റായ് എന്നിവരായിരുന്നു ഇതിൽ പ്രധാനികൾ. ഇവരെ ലാൽ പാൽ ബാൽ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ആരൊക്കെയാണ്? ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാല ലജ്പത് റായ് എന്നിവരായിരുന്നു തീവ്രവാദികൾ. ഇവരുടെ പ്രവർത്തന രീതികൾ മിതവാദികളുടേതിൽ നിന്ന് തികച്ചും വിഭിന്നമായിരുന്നു. സ്വദേശി ബഹിഷ്കരണം തുടങ്ങിയ വിപ്ലവകരമായ പ്രവർത്തന രീതികൾ സ്വീകരിച്ച ഇവർ ശക്തമായ പ്രത്യക്ഷ സമരത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടാൻ കഴിയൂ എന്ന് വാദിച്ചു. മിതവാദികളുടെ ആശയങ്ങളോടും പ്രവർത്തനങ്ങളോടും അതൃപ്തരായ മറ്റൊരു വിഭാഗമാണ് ആരെന്ന് പറയുന്നത്? തീവ്ര ദേശീയവാദികൾ എന്ന് പറയുന്നത്. ആരൊക്കെയായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാല ലജ്പത് റായ്. ഇവരെ ലാൽ പാൽ ബാൽ എന്ന് വിളിക്കുന്നു. മിതവാദികളുടെയും തീവ്ര ദേശീയവാദികളുടെയും അഭിപ്രായ ഭിന്നതകൾ 1907 സൂററ്റ് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് രൂക്ഷമായി. സമ്മേളനം തുടർന്നു പോവുക പോലും അസാധ്യമായി. ഈ സംഭവ വികാസങ്ങൾ കോൺഗ്രസിനെ പിളർപ്പിലേക്ക് നയിച്ചു. അപ്പോൾ ഇന്റർനാഷണൽ കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായിട്ട് വിഭജിക്കാൻ കാരണമായ INC സമ്മേളനമാണ് 1907 സൂററ്റ് കോൺഗ്രസ് സമ്മേളനം. കോൺഗ്രസിലുണ്ടായ പിളർപ്പ് ബ്രിട്ടീഷുകാർ വളരെ സമർത്ഥമായി മുതലെടുത്തു. ഭിന്നിപ്പിച്ച് വരിക്കുക എന്ന നയം കൂടുതൽ ആഴത്തിലേക്ക് പ്രാവർത്തികമാക്കുന്നതിന് ഇതിലൂടെ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. ബ്രിട്ടീഷുകാർ തീവ്ര ദേശീയവാദികൾക്കെതിരെ കർശന നടപടികൾ ആരംഭിച്ചു. നേതാക്കളെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ കോൺഗ്രസിലുണ്ടായ ഈ പിളർക്ക് ആർക്ക് ഫേവറബിൾ ആയിട്ട് വന്നു? ബ്രിട്ടീഷുകാർക്ക് ഫേവറബിൾ ആയിട്ട് വന്നു. അവരത് മുതലെടുത്തു. ഭിന്നിപ്പിച്ച് വരിക്കുക എന്ന നയം കൂടുതൽ ആഴത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് ഇതിലൂടെ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. അടുത്തതാണ് സ്വദേശി സമിതികൾ. സ്വദേശി പ്രസ്ഥാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കാനുമായിട്ട് പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സംഘടനകളാണ് സ്വദേശി സമിതികൾ. എന്താണ് സ്വദേശി സമിതികൾ? സ്വദേശി പ്രസ്ഥാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കാനുമായിട്ട് പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സംഘടനയാണ്. അശ്വിനി കുമാർ ദത്ത് രൂപീകരിച്ച സ്വദേശി ബാന്ധവ് സമിതി ഇതിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പം
അതിൽ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് അശ്വിനി കുമാർ ദത്ത് രൂപീകരിച്ച സ്വദേശി ബാന്ധവ സമിതി. നോക്കി വെച്ചിരിക്കുക, ഉറപ്പായിട്ടും ചോദിക്കും. അശ്വിനി കുമാർ ദത്തയുടെയാണ് സ്വദേശി ബാന്ധവ സമിതി. സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക, പകർച്ചവ്യാധിയും മറ്റുമൂലം ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക, സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. സ്വദേശി സമിതികളുടെ പ്രധാന ലക്ഷ്യം എന്താണ്? സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക, പകർച്ചവ്യാധിയും മറ്റുമൂലം ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക, സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയായിരുന്നു സ്വദേശി സമിതികളുടെ ലക്ഷ്യം. അടുത്തതാണ് സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ രൂപീകരണം. ആഗാഖാന്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം പ്രതിനിധി സംഘം സിംലയിൽ വെച്ച് മിന്റോ പ്രഭുവിനെ കാണുകയും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. സർക്കാരിന്റെ എല്ലാ തലങ്ങളിലും തങ്ങളുടെ സമുദായത്തിന് പ്രത്യേക പ്രാതിനിധ്യം നൽകണമെന്നും മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങളോടുള്ള വൈസ്രോയുടെ പ്രതികരണം തികച്ചും അനുകൂലമായിരുന്നു. ഇത് മുസ്ലിങ്ങൾക്കായിട്ട് ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടന ആരംഭിക്കാൻ പ്രചോദനമാവുകയും 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിക്കുകയും ചെയ്തു. അപ്പം എങ്ങനെയാണ് ഇതിന്റെ തുടക്കം? ആഗാഖാന്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം പ്രതിനിധി സംഘം സിംലയിൽ വെച്ച് ആരെ കാണാൻ പോയി? മിന്റോ പ്രഭുവിനെ കാണാൻ പോയി. അവരവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. സർക്കാരിന്റെ എല്ലാ തലങ്ങളിലും മുസ്ലിം സമുദായത്തിന് പ്രത്യേക പ്രാതിനിധ്യം നൽകണമെന്നും മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. ബ്രിട്ടീഷുകാർ, വൈസ്രോയുടെ പ്രതികരണം അനുകൂലമായിരുന്നു. അവരത് അംഗീകരിച്ചു. ഇത് മുസ്ലിങ്ങൾക്കായിട്ട് ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടന ആരംഭിക്കാൻ തന്നെ പ്രചോദനമായിട്ട് എന്ത് രൂപീകരിച്ചു? 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ചു. എന്നാണ് സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിക്കുന്നത്? 1906. 1907 കോൺഗ്രസ് മിതവാദികൾ തീവ്രവാദികൾ എന്ന് രണ്ടായിട്ട് പിളർന്ന് നമ്മൾ പറഞ്ഞു. ജനരോഷം തണുപ്പിക്കുന്നതിനും കോൺഗ്രസിലെ മിതവാദികളെ സ്വാധീനിക്കുന്നതിനും വേണ്ടി ചില ഭരണ പരിഷ്കാരങ്ങൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി. 1909 നടപ്പിലാക്കിയ മിന്റോ മോർലി പരിഷ്കാരങ്ങൾ ഇത്തരത്തിലുള്ളതായിരുന്നു. ഈ പരിഷ്കാരത്തിലെ പ്രധാന വ്യവസ്ഥകളാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക, നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക തുടങ്ങിയവ. അപ്പം ജനരോഷം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിലെ മിതവാദികളെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ട് ചില ഭരണ പരിഷ്കാരങ്ങൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി. അതിലൊന്നാണ് 1909 മിന്റോ മോർലി ഭരണപരിഷ്കാരം. അതിലെന്തൊക്കെയുണ്ട്? മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം, അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും കൂടുതൽ വിപുലപ്പെടുത്തി. അടുത്താണ് ലാൽ പാൽ ബാൽ. സ്വദേശി പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്തു പകർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞ തീവ്ര ദേശീയ നേതാക്കളാണ് ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ എന്നിവർ. ഇവർ ലാൽ പാൽ ബാൽ എന്ന് അറിയപ്പെടുന്നു. അടുത്തതാണ് ഹോം റൂൾ ലീഗ്. 1914 ആരംഭിച്ച ഒന്നാം ലോക യുദ്ധത്തിന്റെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമായി. ഇതിന് നേതൃത്വം നൽകിയത് ഹോം റൂൾ ലീഗ് എന്ന സംഘടനയായിരുന്നു. ആനി ബസന്റിന്റെയും ബാലഗംഗാധര തിലകിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഹോം റൂൾ ലീഗ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനപിന്തുണ നേടി. എന്താണ് പറഞ്ഞത്? 1914 ആരംഭിച്ച ഒന്നാം ലോക യുദ്ധത്തിന്റെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമായി. ഇതിന് നേതൃത്വം നൽകിയത് ഹോം റൂൾ ലീഗ് എന്ന സംഘടനയായിരുന്നു. ആനി ബസന്റിന്റെയും ബാലഗംഗാധര തിലകിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഹോം റൂൾ ലീഗ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനപിന്തുണ നേടി. ഹോം റൂൾ അഥവാ സ്വയംഭരണമായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം. ഹോം റൂൾ ലീഗിന്റെ പ്രചരണത്തിനായിട്ട് ആനി ബസന്റ് ബാലഗംഗാധര തിലകും രാജ്യത്തുടനീളം സഞ്ചരിക്കുകയും ഇതിന്റെ ശാഖകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഹോം റൂൾ ലീഗിന്റെ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞ ഗവൺമെന്റ് ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. പിന്നീട് ജയിൽ മോചിതയായ അവർ 1917 കൽക്കട്ട സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യത്തെ വനിതയായിരുന്നു ആനി ബസന്റ്. എന്താണ് പറഞ്ഞത്? 1916 ഹോം റൂൾ ലീഗ് സ്ഥാപിക്കുന്നത്. അതിന്റെ നേതാക്കൾ ആരാണ്? ആനി ബസന്റും ബാലഗംഗാധര തിലകുമാണ്. എന്തായിരുന്നു ലക്ഷ്യം? ഹോം റൂൾ അഥവാ സ്വയംഭരണമായിരുന്നു ഈ ലീഗിന്റെ ലക്ഷ്യം എന്ന് പറയുന്നു. ഹോം റൂൾ അഥവാ സ്വയംഭരണം. 1917 കൽക്കട്ട INC സമ്മേളനത്തിൽ അധ്യക്ഷയായിട്ട് വന്നത് ആരായിരുന്നു? ആനി ബസന്റ് ആയിരുന്നു. അതിന്റെ പ്രത്യേകത എന്താണ്? ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യത്തെ വനിതയായിരുന്നു ആനി ബസന്റ്. ഏത് വർഷം? 1917 കൽക്കട്ട സമ്മേളനത്തിലാണ് ആനി ബസന്റ് INCയുടെ അധ്യക്ഷയാവുന്നത്. ഇനി ഐക്യത്തിന്റെ ലക്നൗ. 1916 കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം നടന്നത് ലക്നൌവിലായിരുന്നു. ഈ സമ്മേളനം ചില സുപ്രധാന തീരുമാനങ്ങളാൽ ശ്രദ്ധേയമായിരുന്നു. മിതവാദികളും തീവ്രദേശീയവാദികളും ഐക്യപ്പെടാനും ഇന്റർനാഷണൽ കോൺഗ്രസും സർവേന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ സമ്മേളനത്തെ തീരുമാനിച്ചു. നമ്മൾ പറഞ്ഞായിരുന്നു 1907 സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസ് രണ്ടായിട്ട് പിളർന്നു എന്ന് പറഞ്ഞു. ഇത് യോജിച്ചത് എന്നാണ്? 1916 ലക്നൗ സമ്മേളനത്തിലാണ്. അത് എന്താണ്? കോൺഗ്രസിന്റെ ഒരു വാർഷിക സമ്മേളനമായിരുന്നു. എവിടെ വെച്ചാണ് നടന്നത്? ലക്നൌവിലാണ് നടന്നത്. മിതവാദികളും തീവ്രദേശീയവാദികളും ഒന്നിച്ചു. അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോൺഗ്രസും സർവേന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ സമ്മേളനത്തിൽ തീരുമാനിച്ചു.
അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമരരീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചില രഹസ്യ വിപ്ലവ സംഘടനകൾ രൂപീകരിച്ച് സായുധ സമരത്തിന്റെ മാർഗം അവലംബിച്ചു. പാശ്ചാത്യ സാമ്രാജ്യത്തെ ഹിംസയിലൂടെ മാത്രമേ അമർച്ച ചെയ്യാൻ കഴിയൂ എന്ന് അവർ വിശ്വസിച്ചു. അവയിൽ ചില രഹസ്യ വിപ്ലവ സംഘടനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇപ്പം എന്താ പറഞ്ഞത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമരരീതിയിൽ വ്യത്യസ്തമായിട്ടാണ് ചില വിപ്ലവ സംഘടനകൾ പ്രവർത്തിച്ചിരുന്നത്. അവരെന്താണ് വിശ്വസിച്ചിരുന്നത്? പാശ്ചാത്യ സാമ്രാജ്യത്തെ ഹിംസയിലൂടെ മാത്രമേ അമർച്ച ചെയ്യാൻ കഴിയുമെന്നാണ്. അങ്ങനെ ചില വിപ്ലവ സംഘടനകളാണ് അനുശീലൻ സമിതി. എവിടെയാണ് അനുശീലൻ സമിതി രൂപീകരിച്ചത്? ബംഗാൾ കേന്ദ്രീകരിച്ചായിരുന്നു. നേതൃത്വം നൽകിയത് സജീന്ദ്രനാഥ് സന്യാലും അരബിന്ദോ ഘോഷും. ആരൊക്കെയാണ്? സജീന്ദ്രനാഥ് സന്യാൽ, അരബിന്ദോ ഘോഷ്. അനുശീലൻ സമിതി ബംഗാളിലാണ്. നേതൃത്വം നൽകിയത് സജീന്ദ്രനാഥ് സന്യാലും അരബിന്ദോ ഘോഷും. അടുത്തതാണ് ഭാരത് മാതാ അസോസിയേഷൻ. അതെവിടെയായിരുന്നു? മദ്രാസിലാണ് ഭാരത് മാതാ അസോസിയേഷൻ. ആരൊക്കെയാണ് നേതൃത്വം കൊടുത്തത്? നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ്. നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ്. അടുത്തതാണ് യുഗാന്തർ പാർട്ടി. ബംഗാളിലാണ് യുഗാന്തർ പാർട്ടി. രാജ് ബിഹാരി ബോസ്, ഖുദ്ദിറാം ബോസ്. രാജ് ബിഹാരി ബോസ്, ഖുദ്ദിറാം ബോസ്. ഗദ്ദർ പാർട്ടി. ഗദ്ദർ പാർട്ടി എവിടെയാണ്? അമേരിക്കയിലാണ് ഗദ്ദർ പാർട്ടി. ഗദ്ദർ പാർട്ടി എവിടെയാണ് രൂപീകരിച്ചത്? അമേരിക്കയിലാണ്. ലാല ഹർദയിലാണ് ഗദ്ദർ പാർട്ടിക്ക് നേതൃത്വം കൊടുത്തത്. അപ്പോൾ അനുശീലൻ സമിതി ബംഗാളിലാണ്. അനുശീലൻ സമിതി ആരൊക്കെയാണ് നേതൃത്വം കൊടുത്തത്? സജീന്ദ്രനാഥ് സന്യാലും അരബിന്ദോ ഘോഷും. അനുശീലൻ സമിതി സജീന്ദ്രനാഥ് സന്യാൽ, അരബിന്ദോ ഘോഷ്. അടുത്താണ് ഭാരത് മാതാ അസോസിയേഷൻ. ഭാരത് മാതാ അസോസിയേഷൻ എവിടെയാണ്? മദ്രാസ് കേന്ദ്രീകരിച്ചായിരുന്നു. ആരൊക്കെയായിരുന്നു? നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ്. നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ്. അടുത്തത് യുഗാന്തർ പാർട്ടി. യുഗാന്തർ പാർട്ടി എവിടെയാണ്? ബംഗാളിലാണ് യുഗാന്തർ പാർട്ടി. ആരാണ് നേതൃത്വം? രാജ് ബിഹാരി ബോസ്, ഖുദ്ദിറാം ബോസ്. 2 ബോസുകളാണ് യുഗാന്തർ പാർട്ടി, രാജ് ബിഹാരി ബോസും ഖുദ്ദിറാം ബോസും. അടുത്ത ഗദ്ദർ പാർട്ടി. ഗദ്ദർ പാർട്ടി എവിടെയാണ്? അമേരിക്കയിലാണ്. ലാല ഹർദയിൽ ബോക്സ്. നോക്കി വെച്ചിരിക്കുക, ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരുന്നതായിരിക്കും. ചേരുംപടി ചേർക്കാനൊക്കെ വരും. ബ്രിട്ടീഷുകാരുടെ വിവിധ ചൂഷണ നയങ്ങളും അതിനെതിരെ ഇന്ത്യൻ ജനത സ്വീകരിച്ച ചെറുത്തുനിൽപ്പുകളുമാണ് ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയിലേക്ക് നയിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷുകാർക്കെതിരായ ഇന്ത്യൻ ജനതയുടെ ചെറുത്തുനിൽപ്പുകൾക്ക് ഒരു സംഘടിത രൂപം കൈവന്നു. അക്കാലത്തെ ഏറ്റവും ശക്തമായ ജനകീയ പ്രക്ഷോഭമായിരുന്നു ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന ദേശീയ പ്രസ്ഥാനം. പിൽക്കാലത്ത് ഗാന്ധിജി നേതൃത്വം ഏറ്റെടുത്തതോടെ സ്വാതന്ത്ര്യസമരം കൂടുതൽ ജനകീയവും ശക്തവുമായിരുന്നു. അതോടെ ഈ ചാപ്റ്റർ അവസാനിച്ചു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്